ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. നല്ല തണുപ്പുണ്ടോ തിരുവനന്തപുരത്ത്? പൊതുവെ സെക്രട്ടേറിയറ്റിന്റെ പരിസരം രാഷ്ട്രീയമായും അതല്ലാതെയും ചൂടായി നിൽക്കുമ്പോൾ. അരുൺ, തണുപ്പില്ല, ചൂടുമില്ല എന്നുള്ളതാണ് ഈ സമയത്ത്. പക്ഷെ രാത്രി നല്ല ചൂടുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമാണ് എല്ലാ കാര്യത്തിലും. അരുൺ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള കാലാവസ്ഥ അതൊരു ചൂടുള്ള കാലാവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് സമരം ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചൂട്. ഒരു ഭാഗത്ത് ആശാവർക്കർമാർ, ഇതിന്റെ തൊട്ടപ്പുറത്ത് അംഗനവാടി ജീവനക്കാർ. ദിവസങ്ങളോളം തുടരുന്ന സമരമാണ്. ഇവിടെ ഇതാ 41ാമത്തെ ദിവസത്തിലേക്ക് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം കടന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ നിരാഹാരം 3ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 2 ദിവസം പൂർണ്ണമായും പിന്നിട്ട് കഴിഞ്ഞു. ആ സമരത്തിൽ ഇരിക്കുന്ന, അതായത് നിരാഹാരം ഇരിക്കുന്ന 3 പേരുടെയും ആരോഗ്യാവസ്ഥ രാവിലെ ഡോക്ടർമാർ പരിശോധിച്ചു. അതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്തായാലും ഇന്നലെ പ്രധാനപ്പെട്ട ഇതിലുണ്ടായ ഒരു വാർത്ത എന്ന് പറയുന്നത് വേതന വർധന, അതായത് ആശാവർക്കർമാരുടെ വേതന വർധന ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് ഒരപേക്ഷയെ കേരളം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ സമര നേതാവ് മിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് കേന്ദ്രത്തിനോട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്കം? അതായത് ബാക്കി 2-3 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടതായും പറയുന്നു. കൃത്യമായി അറിയില്ല. ചില അഭിപ്രായങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നതായിട്ട് മാത്രമേ ഞങ്ങളുടെ മറുപടിയായിരുന്നു, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ. അപ്പൊ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഈ സമരം ആരംഭിച്ചതിന് ശേഷം കേന്ദ്ര നേതാക്കളും കേന്ദ്രമന്ത്രിയും നമ്മുടെ സമരപ്പന്തലിൽ വരികയുണ്ടായി. ഞങ്ങളോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനനുസരിച്ച് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ആവശ്യപ്പെടുകയും പാർലമെന്റിലെ ഇരുസഭകളിലും ഈ വിഷയം വരികയും കേന്ദ്ര ആരോഗ്യമന്ത്രി വേതനം വർദ്ധിപ്പിക്കും എന്നൊരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. അത് തീരുമാനമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നിയമസഭയിൽ എം വി രാജേഷ് പറഞ്ഞത്, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം, LDF കൺവീനറുടെ വാർത്താ സമ്മേളനം, വിജയരാഘവന്റെ വാർത്താ സമ്മേളനം, ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ഉദ്ദേശമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ഈ സമരപ്പന്തലിൽ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകളും ഈ സമരപ്പന്തലുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് 232 രൂപയ്ക്ക് പണിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് ആശാവർക്കർമാരുടെ വേതനം ഏറ്റവും ചുരുങ്ങിയത് ഓണറേറിയം 700 രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളത്. അതാണ് ഈ പന്തലിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം. ഇത് തന്നെയാണ് അരുൺ ഇവർ പറയുന്ന രാഷ്ട്രീയം. പക്ഷേ ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനും MB രാജേഷും എല്ലാവരും പറഞ്ഞത് ഇവർക്ക് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ആശാവർക്കർമാർ തള്ളുകയാണ്. എന്തായാലും നിരാഹാരം 3ാമത്തെ ദിവസത്തേക്ക് കടക്കുന്നു. ആശാവർക്കർമാരുടെ സമരം 41ാം ദിവസത്തിലേക്കും. മഴവിൽ സഖ്യം എന്നൊക്കെയാണ് പാർട്ടി അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് പിന്നിലുള്ളത് SDP ആണ്, ജമാഅത്തെയാണ് എന്നൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് അവർ ആരോപിക്കുന്നത്. പക്ഷേ എങ്കിലും ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ എന്താണ് യഥാർത്ഥത്തിൽ എത്ര കിട്ടി അല്ലെങ്കിൽ എത്ര ഉയർത്തിയാൽ, ഈ വേതനം ഉയർത്തിയാൽ ഇവർ ഈ സമരം അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പ്രസാദ് ഇവരുമായിട്ട്? അരുൺ, ഉറപ്പായിട്ടും നിലവിലുള്ള 232 രൂപ എന്നുള്ളത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന സ്റ്റാൻഡാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതുവരെ ചർച്ചയ്ക്ക് വിളിച്ചവരാരും ഇത് എത്രത്തോളം കൂട്ടാൻ പറ്റും, ഇത്ര കൂട്ടിയാൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യം ഇവരോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇവർ 232 എന്നുള്ളത് ഈ മിനിമം കൂലിയായ 700 എന്ന രീതിയിൽ എത്തണം എന്ന് പറയുമ്പോഴും എന്തായാലും അതിൽ സംസാരിക്കാൻ തയ്യാറായാൽ ഉറപ്പായും അതിൽ കുറഞ്ഞ ഒരു തുകയ്ക്ക് അതിൽ എങ്കിലും ഈ സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. സർക്കാർ ഇപ്പോഴും പറയുന്നത് ഇത് കൂട്ടിത്തരാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ സർക്കാരിന് മുന്നിലില്ല. ഇത് കൂട്ടുന്നതൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ആശാവർക്കർമാരോട് ഇപ്പോഴും പറയുന്നത്. അരുൺ പറഞ്ഞ ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സർക്കാർ ഇതുവരെ ഇവരോട് എത്ര കൂട്ടിയാൽ നിങ്ങൾ സമരം അവസാനിപ്പിക്കും എന്ന ഒരു വാക്ക് ഇതുവരെ അവരോട് ചോദിച്ചില്ല. അത് ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ 700 എന്ന് പറയുന്നത് കുറച്ചെങ്കിലും താഴേക്ക് ഇറക്കാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ ചോദിച്ചില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഓക്കെ ടി വി പ്രസാദ്, ഇനി അംഗൻവാടി ടീച്ചർമാരുടെ സമരമുണ്ട് തൊട്ടടുത്ത്. അവരുടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ അംഗസംഖ്യ ഇന്നത്തെ സമരം ചെയ്യുന്നവരുടെ?
അരുൺ, തൊട്ടപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതായത് ഇന്നിപ്പോൾ 5 ദിവസം പിന്നിടുകയാണ് അവരുടെ സമരം. അവരിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിൽ നിന്നുള്ളവരാണ് ആ സമരത്തിന് എത്തുന്നത്. ഓരോ ജില്ലകളിലുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം, അതിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയ പിന്തുണ വരികയാണ്. അത് INTUCന്റെ നേതൃത്വത്തിലാണ് സമരം എന്നുള്ളതുകൊണ്ട് ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും, കോൺഗ്രസിന്റേതായ പ്രവർത്തകരും എല്ലാവരും ഇവരുടെ സമരത്തിന് പിന്തുണയായിട്ട് വരുന്നുമുണ്ട്. ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അത് ആദ്യ റൌണ്ട് കഴിഞ്ഞതിന് ശേഷമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ആദ്യഘട്ടത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നതിന് ശേഷം സമരം കടുപ്പിക്കും എന്നുള്ളതാണ് അംഗനവാടി വർക്കർമാർ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നവരല്ല ഇന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ജില്ലയിൽ നിന്നും മാറി മാറി വരുന്നവരാണ്. ഇന്നലെ ഈ നിരയിലുള്ളവരല്ല ഇന്നുള്ളത്. ഏത് ജില്ലയിലാണ്? കോട്ടയത്ത് നിന്ന്. എത്ര പേരുണ്ട് നിങ്ങള്? 52 പേര് അല്ലേ? ഇനിയിപ്പോ ഇന്ന് വരേണ്ടവരാരാ? ഏത് ജില്ല? മലപ്പുറം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകും. അതെ. എങ്ങനെയുണ്ട് സമരത്തിന് വന്നിട്ട്? സമരത്തിന് വന്നിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും. അതാണ് ഞങ്ങളുടെ തീരുമാനം. ആശാവർക്കർമാരുടെ സമരമാണോ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയത്, പ്രേരണയായത്? ഞങ്ങൾ ആശാവർക്കർമാർ വരുന്നതിന് മുമ്പേ മുതലേ പല വർഷങ്ങളിലും സമരം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു രാപ്പകൽ സമരത്തിലേക്ക് രാപ്പകൽ സമരം ഞങ്ങളെ ഇതുവരെ ഗവൺമെന്റ് ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതാണ് മെയിനായിട്ടും. ഇന്നലെ കേന്ദ്രം അംഗൻവാടി ജീവനക്കാർ ഗുജറാത്ത് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇവരെ കേന്ദ്ര ജീവനക്കാരായിട്ട് സ്ഥിരം തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്രം എടുത്തു എന്ന് പറയുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. ഇന്നലെ നിങ്ങളെ സർക്കാർ സ്ഥിരം തൊഴിലാളികളായി സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഇന്നലെ കേന്ദ്രം എടുത്തിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയിൽ. എന്താ നിങ്ങളെ അഭിപ്രായത്തിനെ കുറിച്ച്? കേന്ദ്രത്തിന്റെ സ്റ്റാൻഡായി ഞങ്ങള് ഈ താഴെത്തട്ടിലെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ജോലികൾ മുഴുവൻ ചെയ്യുന്ന ഞങ്ങളാ. ഈ സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. സർവേ ആയിട്ടും കുഞ്ഞുങ്ങളുടെ അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന ആ സമയം മുതല് ഏജ് കുട്ടികളുടെ കാര്യം വരെ ഞങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരെയായി ഗവൺമെന്റ് പരിഗണിക്കുന്നത്? ചോദ്യം അരുൺ. അതായത് ഇവർ ചെയ്യുന്ന ജോലികളുടെ പ്രാധാന്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും ഇവരും ആശാവർക്കർമാരും ചെയ്യുന്ന തൊഴിലിന്റെ ഒരു കാഠിന്യം നമുക്കറിയാം. അതിനനുസരിച്ചുള്ള പ്രതിഫലം ഇവർക്ക് കിട്ടുന്നില്ല. ആശാവർക്കർമാരിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയുള്ള അഭിപ്രായം ഇവരെ സ്ഥിരം ജീവനക്കാരായി കണക്കാക്കണം, അതായത് സർക്കാർ ജീവനക്കാരായി ഇവരെ ഉയർത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും ഈ സമരവും തുടരുകയാണ്. അതായത് 100 മീറ്റർ ഗ്യാപ്പിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീകളുടെ സമരം ഇവിടെ ഉഷാറായി നടക്കുകയാണ്. അരുൺ, കൊള്ളുന്ന വെയിലോ ഒന്നും ഒരു പ്രശ്നമല്ല. രാത്രിയും രാവിലെയും എന്ന് വ്യത്യാസമില്ലാതെ ഇവിടെ സ്ത്രീകൾ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പ്രസാദ്, ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഭൗമ മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ ചില പ്രേക്ഷകർക്ക് സംശയമുണ്ടോ ഇത് ഭൗമ ദിനമാണെന്ന്? ഭൗമ മണിക്കൂർ രാത്രി 8:30 മുതൽ 9:30 വരെ നമ്മളുടെ ബ്യൂറോയിലെയും ലൈറ്റ് ചിലപ്പോൾ നമ്മൾ കണക്കേണ്ടി വരും. ഉറപ്പായിട്ട് കണക്കാം. ഓക്കെ, താങ്ക് യു. പക്ഷേ ലൈവ് അതിന്റെ ഒരു കുറവ് വേണ്ട. അപ്പോൾ താങ്ക് യു പ്രസാദ്. അപ്പോൾ ഉഷാറാവട്ടെ കാര്യങ്ങൾ.